ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ എക്സാമിന് പോകാട്ടോ. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനൊക്കെയാണ് ഈ കാണുന്നത്. ഞാൻ കുറച്ച് അയൺ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു, അയണൊക്കെ ചെയ്ത് വെച്ച്. അപ്പോൾ ഐസൊക്കെ ഇപ്പോൾ ഉണ്ട് കേട്ടോ. ഐസും ഇല്ലാത്ത സമയത്താണ് നമ്മൾ പാക്കിങ് വിചാരിച്ചത്. അതിൻ്റെ ഇടയിൽ ഐസും ഇങ്ങനെ നോക്കി നിൽക്കണുണ്ടോ, അത് എന്തെങ്കിലും വലിച്ചാൽ കിട്ടുമെന്നാണ് ഇപ്പോൾ ഈ നോക്കി നിൽക്കുന്നത്. പക്ഷെ നമ്മൾ കൊടുക്കുക, നമ്മൾ വിട്ടുകൊടുത്തിട്ടില്ല. നമ്മളൊക്കെ ടേബിൾമെൻ്റെ ഏറ്റവും മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ടോ. പിന്നെ അങ്ങനെ നമ്മൾ ഭയങ്കര വിശപ്പൊക്കെ ഉണ്ട്. അതിൻ്റെ മുമ്പേ ഞാൻ എന്തായിട്ട് അറിയാം, എൻ്റെ യൂണിഫോമൊക്കെ എടുത്ത് വെച്ചിട്ടോ. ഞാൻ ഒന്ന് മറക്കണ്ട വിചാരിച്ച് ഷോക്സ്, യൂണിഫോം, ബുക്ക്, പേന, പെൻസിൽ എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചു. പിന്നെ ബാഗ് അടിയില്ല. അപ്പോൾ എന്തായിട്ട് ഐസും എൻ്റെ മേലാണ് കയറ്റിയിരുത്തിയാണ് നമ്മൾ വലിച്ചു പിടിച്ചാണ് അടച്ചിട്ടോ. അതിൻ്റെ ഇടയിലാണ് പഠിച്ച റബ്ബേ എൻ്റെ ഫയൽ. ഇത് മാത്രം എനിക്ക് മിസ്സായ ഭയങ്കര പേടിയാണ്. കാരണം അത്രയും എഴുതി കൂട്ടാനവിടെ നേരമല്ല പോയിട്ട്. അപ്പോൾ ഒന്നുകൂടി റീചെക്ക് ചെയ്ത് പിന്നെ അങ്ങനെ തന്നെ എടുത്ത് വെച്ചിട്ടോ. പിന്നെ സ്റ്റെയിനൊക്കെ ആവണേന് ഞാനൊക്കെ അതിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓരോന്ന് ഓർമ്മ വരുമ്പോൾ അപ്പം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കിച്ചണിൽ പോയൊക്കെ ഇപ്പോൾ അടിപൊളി മീൻ മുളക് ഇട്ടത് അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ ഡ്രസ്സ് പാക്കിങ്ങിലോട്ട് കടന്നു. ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് പിന്നെ അതിൽ ഞാൻ വീഡിയോ ചെയ്യാത്ത കുറച്ച് ഭാഗങ്ങളുണ്ടായിരുന്നു. കുറേ ഫുഡ് ഐറ്റംസ്, പിന്നെ ഉപ്പിലിട്ടത്, അച്ചാർ, അവിൽ, അങ്ങനത്തെ ഐറ്റംസ്, പിന്നെ ചെരുപ്പ്, അങ്ങനത്തെ സാധനമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ദെൻ പിന്നെ അത്യാവശ്യമായിട്ടുള്ള കുറച്ച് ടോയ്ലറ്ററി ഐറ്റംസ്, സ്കിൻ കെയേഴ്സ് എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ കുറച്ച് ദൂരത്തേക്കല്ലേ പോണത്. ഇതില്ല എന്ന് പറയുമ്പോൾ പുറത്ത് പോയാലും അവിടെ ചെന്നാൽ ഭാഷയും നമുക്കറിയില്ല. സോ അതുകൊണ്ടെല്ലാം പ്രിപ്പയർ ആയിരുന്നു. ജ്വൽസ് ഒന്ന് ഊരി വെക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ മാല, വള അങ്ങനത്തെ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ദെൻ വെയിറ്റ് പൈസ ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു, അതും ഇതിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ അത് കഴിഞ്ഞാൽ ജിബ്ലോക്കൊക്കെ ആക്കിട്ടോ. ജിബ്ലോക്ക് ആകുമ്പോൾ അത് കൊണ്ടെടുക്കാനൊക്കെ സുഖമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇതിലായിരുന്നു. പിന്നെ എൻ്റെ മറ്റ് ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. വാഷിംഗ് സോപ്പ്, പിന്നെ കുളിസോപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ എനിക്ക് എന്നും ഉണ്ടാവും എവിടേക്കെങ്കിലും പോകാൻ നേരത്തെ ലാസ്റ്റ് മൊമെൻ്റ് ഒരു സ്റ്റിച്ചിങ്, അതുകൂടിയും കഴിഞ്ഞു. പിന്നെ കൊതുകത്തിരി, ചന്ദനത്തിരി, അങ്ങനത്തെ സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഹാൻഡ് ബാഗിലാണ് ഞാൻ ഖുറാനും മുസല്ല അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ ഒരു ബുക്കൊക്കെ വെച്ചു. പിന്നെ സ്നാക്സ്, ട്രെയിനിന് എന്തെങ്കിലും കഴിക്കാൻ അങ്ങനത്തെ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നമുക്ക് എളുപ്പം കിട്ടുന്ന ഭാഗത്ത് തന്നെ വെച്ചത്. പിന്നെ മെഡിസിൻ നിർബന്ധമാണല്ലോ, പനി, തലവേദന, ഗ്യാസ്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾക്കും കൊടുക്കാം, നമുക്കും കുടിക്കലാന്ന് വിചാരിച്ചിട്ട്. പിന്നെ നെയിൽ കട്ടർ, അങ്ങനത്തെ എസെൻഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വെച്ചു. പിന്നെ എൻ്റെ ചെറിയൊരു വാലറ്റ് ബാഗ് ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ സാനിറ്റൈസർ അഥവാ ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്താലോ വിചാരിച്ചു. പിന്നെയാണ് ബാഗിൽ ഞാൻ പുതപ്പ് വെക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു, ടൈനിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ വെച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ. അതൊക്കെ ഐസു ഞാൻ ഉറങ്ങിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ അതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു വിഷമാവില്ല വിചാരിച്ചു. പിന്നെ നൈൽ കട്ടർ, അങ്ങനത്തെ പിന്നെ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ഇങ്ങനെ പ്രൂഫൊക്കെ ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ പിന്നെ ഒന്നും റീചെക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ അത്ര ഗൈസ്, നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.